മതിവരാത്ത രാത്രി കുറുമ്പുകാട്ടി. മതിവരാത്ത രാത്രി കുറുമ്പുകാട്ടി തിരിഞ്ഞു കിടക്കാതെ ആൾമറയില്ലാത്ത പാലത്തിലൂടെ സവാരിക്കിറങ്ങുന്നു. മതിവരാത്ത രാത്രി കുറുമ്പുകാട്ടി തിരിഞ്ഞു കിടക്കാതെ ആൾമറയില്ലാത്ത പാലത്തിലൂടെ സവാരിക്കിറങ്ങുന്നു. മീനുകൾ നിലാവിനെ വകഞ്ഞുമാറ്റി മിഴിയിൽ കോരിയെടുത്തുമ്മ വെച്ചു. മീനുകൾ നിലാവിനെ വകഞ്ഞുമാറ്റി മിഴിയിൽ കോരിയെടുത്തുമ്മ വെച്ചു. എത്ര വേഗമാണ് രാത്രിയെ മിന്നാമിനുങ്ങുകൾ കാട്ടിലൊളിപ്പിച്ച് തുറന്നുവിടുന്നത്. എത്ര വേഗമാണ് രാത്രിയെ മിന്നാമിനുങ്ങുകൾ കാട്ടിലൊളിപ്പിച്ച് തുറന്നുവിടുന്നത്. ഒറ്റപ്പെട്ട രാത്രി ഇരുട്ടിനോട് രാപ്പക്ഷികളുടെ പ്രണയത്തെപ്പറ്റി ചോദിച്ച് മഞ്ഞിൻ്റെ മാറിലമർന്ന് രാത്രി മറ്റൊരു രാത്രിയുടെ മിഴികളിൽ നോക്കിയിരുന്ന് വിതുമ്പിപ്പോയി. ഒറ്റപ്പെട്ട രാത്രി ഇരുട്ടിനോട് രാപ്പക്ഷികളുടെ പ്രണയത്തെപ്പറ്റി ചോദിച്ച് മഞ്ഞിൻ്റെ മാറിലമർന്ന് രാത്രി മറ്റൊരു രാത്രിയുടെ മിഴികളിൽ നോക്കിയിരുന്ന് വിതുമ്പിപ്പോയി. ഓരോ ആളുകളും നിവർത്താൻ പറ്റാത്ത അനേകം രാത്രികൾ അടുക്കി വെച്ച മണ്ണറകളാണ്. ഓരോ ആളുകളും നിവർത്താൻ പറ്റാത്ത അനേകം രാത്രികൾ അടുക്കി വെച്ച മണ്ണറകളാണ്. അവരുടെ രാത്രിയല്ല നിങ്ങളുടെ രാത്രി. രാത്രിയിൽ മാത്രം വിരിയാറുള്ള പൂവുകൾ പറിച്ച് നിന്റെ മുടിയിൽ പൊതിഞ്ഞ് മിഴിയനക്കത്തെ രാത്രിയുടെ ഒഴിഞ്ഞ യാമത്തിൽ ഇരുട്ടിൽ അളന്ന് എന്നെഴുതിയാണ് പ്രതീഷ് താന്നിയാടിൻ്റെ രാത്രി ചൂടി നിൽക്കുന്ന മഞ്ഞ് എന്ന രചന അവസാനിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് ഇന്ന് പ്രതീഷ് താന്നിയാടിൻ്റെ രചനകളുമായി ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എന്നെക്കാളൊക്കെ വളരെ സീനിയറായിട്ടുള്ള എഴുത്തുകാരനാണ്. വയനാടിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. വയനാടിൽ നിന്ന് ഒട്ടനവധി പ്രിയപ്പെട്ട എഴുത്തുകാരുണ്ട്. ആരിഫ് തണലോട്ടും വിഷ്ണുവേട്ടനും സാദർ തലപ്പുഴയും തുടങ്ങി അസംഖ്യം പേര്. നമ്മൾ നാളെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഷ മാനന്തവാടി ഉൾപ്പെടെയുള്ള എഴുത്തുകാർ. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്ന രചനകളിലേക്ക് പോകാം. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം, പ്രതീഷ് താന്നിയാടിൻ്റെ പുസ്തക പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ വെച്ച് ഈ വരുന്ന 28-ാം തീയതി നടക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരുള്ള കവറാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉളി കവിതകൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് പ്രതീഷ് താന്നിയാടിൻ്റെ രചനകൾ. വിഷ്ണുപ്രസാദ് എഴുതിയ മനോഹരമായ അവതാരികയുണ്ട്. വിഷ്ണുപ്രസാദ് ഏട്ടനെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മളുടെ പ്രിയപ്പെട്ട ധനമന്ത്രി തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന പ്രത്യേകതയുള്ള എഴുത്തുകാരനാണ്. വിഷ്ണുവേട്ടൻ ഒക്കെ ഇവരൊക്കെ ഒരു നാട്ടുകാരാണ്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ബിന്ദു മുരളി ഹായ് ഷാമോൻജി എന്ന് വിളിച്ചെത്തിയിട്ടുണ്ട്. ജിതിനാർ പണിക്കർ സ്നേഹം അറിയിക്കുന്നുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അരുൺജിയം ഇവിടെയുണ്ട്. ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. ഓരോ എഴുത്തുകാരെയും വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്ന അവലോകനങ്ങൾ നടത്തുന്ന ആളാണ് അരുൺജിയം. അരുൺജിയമ്മിൻ്റെ രചനകളും നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അരുൺ എപ്പോഴും വളരെ കവിതാത്മകമായി ഇടുന്ന ചില പോസ്റ്റുകളുണ്ട്. കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അരുണിൻ്റെ ഒരു വരിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. രണ്ടു സങ്കടങ്ങളുമായി ചുരമിറങ്ങുന്നു ജലി, നീയൊരു മറവിയാകാൻ ഓർമ്മ മഴയിൽ ഞാനൊരു കുട നിവർത്തി, മറവി എത്ര ചാരിയിട്ടും ചുമരിലിടക്കി നിന്റെ ചിരിമുഖം, കുട്ടപ്പ ചങ്കരെ ഇനി ചുരം കയറുമ്പോൾ നമുക്ക് ഒന്നിച്ച് നിങ്ങളുടെ ആട്ടിൻകുട്ടിക്കൊപ്പം ഓടിക്കളിക്കണമെന്ന് അരുൺജിയം എഴുതുന്നു. അരുൺ എപ്പോഴും അങ്ങനെയാണ്. ചുരമിറങ്ങി വയനാട് എപ്പോഴും എത്തിയാലും വയനാട് ചുരമിറങ്ങിയതിനെക്കുറിച്ച്, കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ച്, വയനാട് സമ്മാനിച്ച മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു പതിവ് എപ്പോഴും അരുൺജിയമ്മിനുണ്ട്. എന്തായാലും അരുൺ ഇവിടെ എത്തിയതിൽ സ്നേഹമുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അവലോകനങ്ങളും വിശകലനങ്ങളും ഉൾപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ അരുണിലേക്ക് വന്നത്, അരുൺ ഒട്ടനവധി നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള വത്സരാജേട്ടൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാരെക്കുറിച്ച് വളരെ വിപുലമായി തന്നെ അദ്ദേഹം അവലോകനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചൂട്ടെന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ചൂട്ടിലൂടെ അവർ പരിചയപ്പെടുന്ന അനേകം എഴുത്തുകാരുണ്ട്. എന്തായാലും നാളെ നമുക്കൊക്കെ പ്രിയങ്കരിയായ ഐഷ മാനന്തവാടിയുടെ രചന ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും വയനാടിനെ വിട്ടൊരു പോക്കില്ല. സിറാജ് സാരംഗവാണി ഇവിടെയുണ്ട്. സിറാജ് സാറിനും വയനാടുമായിട്ടുള്ള ബന്ധം ഇവിടെ ഒന്ന് പങ്കുവെക്കണം. എല്ലാവരും അറിയട്ടെ വയനാട് എത്രത്തോളം
നമ്മുടെ കാവ്യലോകത്തെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത്. ശരത് ബാബു പേരാവൂർ ഉള്ളത് വയനാട്ടിലാണ്. ബിന്ദു മുരളി എറണാകുളം വന്നോ ജിതിനെന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സജീവി ദേവ് ഇവിടെ എത്തി വരികൾ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബിന്ദു ടീച്ചറുടെ ഓടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള സജീവി ദേവ് എന്ന എഴുത്തുകാരൻ. നമ്മൾ പോയട്രി ജംഗ്ഷനിലൂടെ ചർച്ച ചെയ്ത അദ്ദേഹത്തിൻ്റെ റാന്തൽ എന്നൊരു രചന അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഓരോ വരാന്തപ്പടിയിലും മുനിഞ്ഞു കത്തി വെട്ടം പരക്കുന്ന പാനീസ് വിളക്കുകൾ പ്രണയിച്ചത് ആകാശ ചുംബനങ്ങളേറ്റടർന്നു വീണ നിലാവെളിച്ചത്തെയാണെന്ന് പ്രിയപ്പെട്ട സജീവി ദേവ് എഴുതുന്നു. ഓരോ തിരുനാളത്തിലും ചിരിയുണ്ട്, പകയുണ്ട്, സ്വപ്നങ്ങൾ അലറാറുണ്ട്. ഞാനെന്ന നാളം എരിഞ്ഞമർന്നാലും നീ എന്ന ദീപം തിളങ്ങണം ഓരോ വരാന്തപ്പടിയിലും. ഞാനെന്ന നാളം എരിഞ്ഞമർന്നാലും നീ എന്ന ദീപം തിളങ്ങണം ഓരോ വരാന്തപ്പടിയിലും. എത്ര മനോഹരമായ വരിയാണ്. നിലാവിനെ കോരിയെടുത്തു നിൻ ചില്ലുകൂട്ടിലടയ്ക്കണം, നിറയുന്ന കണ്ണിനും അടയുന്ന ഒച്ചയ്ക്കും തിരിഞ്ഞു നോക്കാനാവാതെ ഞാനും എന്ന വരിയാണ് സജി ഇവിടെ പങ്കുവയ്ക്കുന്നത്. സുനിത എവിടെ പോയും ചോദിക്കുന്നുണ്ട് ബിന്ധ്യാജിത്ത്. ഇവിടെ പ്രിയപ്പെട്ട രോഹിണി ആർ എന്ന എഴുത്തുകാരി, നമുക്കൊക്കെ പ്രിയങ്കരിയായ, ഇന്നലെയും നമുക്ക് ഹൈക്കു കവിതകൾ പങ്കുവച്ച എഴുത്തുകാരി. എത്ര സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഒരു എഴുത്തുകാരി മറ്റൊരു എഴുത്തുകാരൻ്റെ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന എഴുത്തുകാരൻ്റെ രചന നമുക്കായി പങ്കുവെച്ച് നൽകുന്നതിലും വലിയ ധന്യതയും സ്നേഹവും എന്താണുള്ളത്. രോഹിണി പങ്കുവയ്ക്കുന്ന പ്രതീഷ് താന്നിയാടിൻ്റെ റോഡ് മുറിച്ച് കടക്കേണ്ടി വരുമ്പോൾ എന്ന രചനയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ആശംസിക്കുകയാണ്. ബിന്ദു മുരളിയും ജിതിനാർ പണിക്കറും രോഹിണിയാറും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. വയനാട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ കൂട്ടിയില്ല ഷാ, ഞാനും ഇപ്പോൾ വയനാട്ടുകാരനാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു തീർച്ചയായും വയനാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ സിറാജ് സാർ പങ്കുവെക്കണം, ഇന്നത്തെ വരികൾ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രതീഷ് താന്നിയാടിൻ്റെ രോഹിണി പങ്കുവെച്ച റോഡ് മുറിച്ചു കടക്കേണ്ടി വരുമ്പോൾ എന്ന രചനയിലൂടെ സീബ്ര ലൈൻ നടത്തം വലിയ സമരമാണെന്ന് തോന്നാറുണ്ട്. സീബ്ര ലൈൻ നടത്തം വലിയ സമരമാണെന്ന് തോന്നാറുണ്ട്. നിങ്ങളുടെ അധികാരത്തിൻ്റെ വേഗങ്ങളെ ചെറിയ ചലനങ്ങളിൽ കുരുക്കി വയ്ക്കും നടത്തക്കാർ. നിങ്ങളുടെ അക്ഷമയുടെ വരണ്ട പാടത്ത് പ്രതിരോധത്തിൻ്റെ മുന്തിരിക്കുലകൾ കുലഞ്ഞു നിൽക്കും. റോഡിനു നടുക്കെത്തുമ്പോൾ നിരത്തിൽ അരഞ്ഞു പോയവരുടെ ഓർമ്മകൾ കാലുകളെ വലിച്ചു കെട്ടിയിടും. ഹോണടി ഓർമ്മകളുടെ കുഴിക്കുള്ളിൽ എത്തി നോക്കി. റോഡ് കുറേ വീടുകളുടെ കബറിടങ്ങളാണ്. റോഡ് കുറേ വീടുകളുടെ ഖബറിടങ്ങളാണ്. ഒഴിഞ്ഞു പോകാത്തവർ തെരുവിലുറങ്ങുന്നുണ്ട് കടത്തിണ്ണയിൽ. ആ വെള്ളവരകളിൽ നിൽക്കുമ്പോൾ അടിത്തട്ടിലുള്ളവരുടെ ജീവിതമാണ് നടന്നു തീർക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും കരുതില്ല. നിങ്ങളുടെ കരുതൽ മറ്റൊന്നാണല്ലോ. നടക്കുന്നവരുടെ ചലനങ്ങളിൽ വേഗത്തിൻ്റെ ചിറകുകൾ എന്നെഴുതിയാണ് പ്രതീഷ് താന്നിയാടിൻ്റെ ആ രചന അവസാനിക്കുന്നത്. റോഡ് മുറിച്ച് കടക്കേണ്ടി വരുമ്പോൾ എന്ന രചന പങ്കുവെച്ച രോഹിണി ആറിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ദിസ് ഇസ് മൈ FM 99.7. നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതേ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM, മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൻ്റെ വായനാമുറിയിൽ RJ ഷായുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതീഷ് താന്നിയാടിൻ്റെ രചനകൾ കേന്ദ്രീകരിച്ചുള്ള വായനയും അതോടൊപ്പം നിങ്ങൾ പ്രിയപ്പെട്ടവർ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ രചനകളും നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരെയും നിങ്ങളുടെ ഒറ്റ വരികളും ഒക്കെ പരിചയപ്പെടുത്തുന്ന വേദിയാണിത്. സദാശാരംഗപാണി സാർ ശുഭസായാഹ്നം അറിയിക്കുന്നുണ്ട്. ഇവിടെ ജിതിനാർ പണിക്കർ, ക്രമസമാധാന പാലകനായ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പങ്കുവയ്ക്കുന്നു. എൻ്റെ സ്വപ്നങ്ങളുടെ ശവപ്പന്തലിൽ വെച്ചായിരുന്നു അവളുടെ വിവാഹം. രാത്രി മണിയറയിൽ അമർന്ന മുല്ലപ്പൂക്കൾക്ക് മരണത്തിൻ്റെ ഗന്ധമായിരുന്നു. ചില ചുംബനങ്ങൾ ചുട്ടുപൊള്ളിക്കുമെന്നും ചില നേരത്ത് സുഗന്ധങ്ങൾ പോലും മനം പുരട്ടിക്കുമെന്നും അവൾക്കിന്നറിയാം. ഭർത്തൃവീട്ടിലെ 2ാം ദിനം മുതലാണ് അവൾ എൻ്റെ അക്ഷരങ്ങളെ ഓർമ്മകളിൽ നിന്ന് പെറുക്കി വായിക്കാൻ തുടങ്ങിയത്. മധുവിധുവിൻ്റെ മൂർധന്യതയിൽ എന്നെപ്പോലെ ഒന്ന് ചുംബിക്കുവാൻ അവൾ അവനോട് പറയാതെ പറഞ്ഞു. ചുംബിച്ചവരെക്കാൾ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ അധരങ്ങളുടെ പ്രണയകാവ്യം അടിവയറ്റിൽ അനക്കം തട്ടിയ ദിവസമാണ്. അവൾ എൻ്റെ പേരിൽ ഒരുപിടി ബലിച്ചോറ് നേർന്നത്. സ്വപ്നങ്ങളുടെ കുളിരിലയിൽ വിളമ്പിയ ഒരു സദ്യയായിരുന്നു എനിക്കത്. പേറ്റുനോവിൻ്റെ നേരത്ത് മാത്രമാണ് അവൾ എൻ്റെ വേദനകളെക്കുറിച്ചോർത്ത് കരഞ്ഞത്. ഇറങ്ങിപ്പോയപ്പോൾ വലിച്ചെറിഞ്ഞ കൊള്ളി വീണ് ഉള്ളിലൊരു മഴക്കാട് വേവുന്നുണ്ടായിരുന്നു. ഓർമ്മകൾ കൊണ്ട് വേദനിപ്പിക്കുവാൻ ഒരു പ്രണയത്തോളം മറ്റെന്തിനു കഴിയും?
ഓർമ്മകൾ കൊണ്ട് വേദനിപ്പിക്കുവാൻ ഒരു പ്രണയത്തോളം മറ്റെന്തിനു കരുതുമെന്ന് എഴുതിയാണ് ജിതിനാർ പണിക്കരുടെ ആ രചന അവസാനിക്കുന്നത്. ഹായ്, മുക്കത്ത് നിന്ന് റോഡിലൂടെ നടന്നു കേൾക്കുന്നു, ഇപ്പോഴാണ് കേൾക്കാൻ പറ്റിയതെന്ന് രോഹിണിയാർ അറിയിക്കുന്നുണ്ട്. തീർച്ചയായും മൊയ്തീൻ്റെ വെള്ളാരം കണ്ണുകൾ ഒന്ന് മുഖത്തെ പുഴമീനുകൾ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. മൊയ്തീൻ്റെ വെള്ളാരം കണ്ണുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതെ മുക്കത്തിനടുത്താണ് രോഹിണിയുള്ളത്. അതെ മൊയ്തീൻ്റെ മുക്കവും ആ ഇലവരഞ്ഞി പുഴയുമൊക്കെ ഓർമ്മിപ്പിച്ചതിന് ജിതനാർ പണിക്കരോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐഷ മാനന്തവാടിയുടെ രചനകളാണ്. അനിൽകുമാർ ഐവർകാല ഇവിടെ എത്തി ശുഭസായനം അറിയിക്കുന്നുണ്ട്. ആന്റണി ഗിലിയാൻ അലക്സും പ്രിയപ്പെട്ട പ്രതീഷ് താന്നിയാടും ഒക്കെ ഇവിടെ തന്നെയുണ്ട്. ഹായ് സുനിത, എവിടെയായിരുന്നു, സുഖമാണോ എന്ന് ബിന്ദിയാജിത്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. രാമചന്ദ്രൻ മൊറാഴ കേട്ടുകൊണ്ടിരിക്കുന്നു. ഏറെ സ്നേഹത്തോടു കൂടി രാമചന്ദ്രൻ മൊറാഴയെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിൻ്റെ വായനാമുറിയിലേക്ക്. മോളി സുഭാഷ് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയിക്കുന്നുണ്ട്. ഏറെ സന്തോഷത്തോടു കൂടി തന്നെ മോളി സുഭാഷിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബിന്ദു മുരളിയും മുകേഷ് കേസിയും സുനിതയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. സുജാ പല്ലവി ഇവിടെയുണ്ട്. സോ ചേച്ചി വളരെ മികച്ചൊരു ലൈവ് അവതരിപ്പിച്ചിട്ടാണ് അല്പം മുമ്പ് നമ്മുടെ ടേസ്റ്റ് ടൈം അവതരിപ്പിച്ചിട്ട് ഓടിയെത്തിയിരിക്കുകയാണ് ഈ പരിപാടിയിലേക്ക്. പ്രതീഷ് താന്നിയാടിൻ്റെ ജീവിതം എന്ന രചന മുകേഷ് കേസി പങ്കുവയ്ക്കുന്നു. കാറ്റിൽ ഒരില മറിഞ്ഞ് പൊടിയിൽ കുതിർന്ന് നനഞ്ഞ് ഞരമ്പുകൾ മാത്രം ബാക്കിയായി അതുമലിഞ്ഞ് മണ്ണിൻ്റെ മണം മാത്രമെന്ന് എഴുതുന്ന പ്രതീഷ് താന്നിയാടിൻ്റെ ഏറെ സാന്ദ്രമായ വരികളാണ് പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ട മുകേഷ് കേസി. മുകേഷ് ജോലിയുടെ തിരക്കുകൾക്കിടയിലും ഇവിടെ ഓടിയെത്തുന്നതിലുള്ള സ്നേഹം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രതീഷ് താന്നിയാടിൻ്റെ കവിതകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അനിൽകുമാർ അറിയിക്കുന്നുണ്ട്. മുള എന്ന അദ്ദേഹത്തിൻ്റെ രചന സുജാ പല്ലവി ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ആത്മാവ് എന്നൊരു രചന സിറാജ് സാരംഗമാണി ഇന്ന് രാവിലെ പങ്കുവച്ച രചനയാണ് നമുക്കായി അദ്ദേഹം ഇവിടെ നൽകിയിട്ടുള്ളത്. തീർച്ചയായും അതിലേക്ക് നമുക്ക് എത്താം. ഇവിടെ സ്നേഹം അറിയിച്ചുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രതീഷ് താന്നിയാടിൻ്റെ സുജാ പല്ലവി പങ്കുവച്ച മുളയിൽ ഇങ്ങനെ പറയുന്നു: മരത്തിനെ കാറ്റു വലിച്ചു കൊണ്ടുപോകുന്നു. പൂക്കൾ പുതിയ കാഴ്ചയിൽ ഉള്ളിലെ തേന്മണ്ണാകെ വിതറി. കിളികൾ കൂടെ പറന്ന് വാനിൽ നൃത്തത്തിൻ്റെ ചലനങ്ങളെ ചീന്തിയിടുന്നു. മരത്തിൻ്റെ ഉള്ളാകെ കൊടും തണുപ്പിൽ വിത്തുകളെ മാറോട് ചേർത്തവരുടെ ആദി. സമരം ഓരോ വിത്തിനുള്ളിലും മുളയ്ക്കാൻ വെമ്പി നിൽക്കുന്ന സമരത്തിൻ്റെ ജീവനെന്നാണ്. പ്രതീഷ് താന്നിയാട് പ്രതിരോധത്തിൻ്റെ രചനകളിലൂടെ ശ്രദ്ധേയനാണ്. ഞാനും അദ്ദേഹവുമൊക്കെ ഒന്നിച്ച് കോഴിക്കോട് മിഠായി തെരുവിൽ നടന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം ചൊല്ലിയൊരു കവിതയെക്കുറിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അരുൺ GSൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായും ആ രചനകളൊക്കെ ഇവിടെ പങ്കുവയ്ക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. സിറാജ് സാരംഗമാണി പങ്കുവെച്ച ആത്മാവിൽ ഇങ്ങനെ പറയുന്നു: എപ്പോഴോ ഞാനില്ലാതായി, കൂട്ടായിരുന്ന ശരീരം വെടിഞ്ഞു. എന്നിട്ടും നീ എന്തിനാണ് വീണ്ടും എന്നെ നിന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ പൂജകളുടെ പുകപടലം എൻ്റെ മൂക്കിലൂടെ പടർത്തുന്നത്, എൻ്റെയും നിൻ്റെയും ഉറക്കം കെടുത്തുന്നത്. മണ്ണിൽ ഞാനുണ്ടായിരുന്നു, ഇനിയുമുണ്ടാകും, എന്തിനും സാക്ഷി ഞാനും നീയും. വെട്ടിമുറിച്ചു വിണ്ടുകീറിയ മണ്ണു മാത്രം. തെളിവെടുപ്പിനായി എൻ്റെ ഇല്ലാതായ ദേഹം ഇനിയും വെട്ടിമുറിച്ച് പരിശോധിക്കരുത്. നിന്റെ വെളിപ്പാടുകളിൽ എൻ്റെ ശബ്ദം ശ്രവിക്കരുത്. അതു നിന്റെ പേടികളാണ്, നിൻ്റേതു മാത്രം. കഴിവില്ലായ്മയുടെയോ കഴിവ് കൂടിയതിൻ്റെയോ ബാക്കി പത്രം. ഞാൻ മരിച്ചു, മണ്ണിലേക്കു മടങ്ങി. ജീവിതത്തിൽ തരാനാവാത്ത മോക്ഷം മരണത്തിൽ തരാമെന്ന് പറയരുത്. മണ്ണ് നിൻ്റേതു മാത്രമല്ല, എൻ്റേതുമാണ്. എനിക്കുറങ്ങാനും ഓടാനും നടക്കാനും ഇവിടെ ഈ മണ്ണുണ്ട്. നെഞ്ചോട് ചേർത്തു നിർത്തുന്ന എൻ്റെ അമ്മ, വെളിച്ചത്തിൻ്റെ കരങ്ങളാൽ മുടിയിഴകളെ തഴുകുന്ന സൂര്യൻ. എനിക്കിവിടം മതി. നീ തീർക്കുന്ന സ്വർഗവും നരകവും എനിക്ക് വേണ്ട, നീ വെച്ചു നീട്ടുന്ന മോക്ഷവും എന്നെഴുതിയാണ് സിറാജ് സാരംഗപാണിയുടെ ഇന്ന് രാവിലെ 6 മണിക്ക് എഴുതിയ രചനയാണ്. എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിയുടെ തിരക്കുകൾക്കിടയിലും വയനാട്ടിൽ നിന്നുള്ള യാത്രകളുടെ ഇടയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾക്കായി വായനയ്ക്കായി സമയം മാറ്റിവെക്കാറുണ്ട്. നമ്മുടെ വായനാമുറിക്ക് വേണ്ടിയും അദ്ദേഹം സമയം മാറ്റിവെക്കുന്ന പ്രിയപ്പെട്ട സഹോദരനാണ്, കൂട്ടുകാരനാണ്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. സുജാ പല്ലവി പോയിട്ടില്ല, കേട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയിക്കുന്നുണ്ട്.
സ്നേഹം അറിയിച്ചുകൊണ്ട് എടവണ്ണയിൽ നിന്ന് ബിന്ദു ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബിന്ദു ടീച്ചർ, ഞാൻ വായിച്ച കവിത എന്ന തലക്കെട്ടോടുകൂടി രാത്രി ചൂടി നിൽക്കുന്ന മഞ്ഞ് എന്ന പ്രതീഷ് താന്നിയാടിൻ്റെ രചന പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ അത് വായിച്ചതാണെങ്കിലും വളരെ ഹൃദ്യമായി തോന്നിയ രചനയായതുകൊണ്ട് ഒരിക്കൽ കൂടി പെട്ടെന്ന് വായിച്ചു പോകാം. മതിവരാത്ത രാത്രി കുറുമ്പ് കാട്ടി തിരിഞ്ഞു കിടക്കാതെ ആൾമറയില്ലാത്ത പാലത്തിലൂടെ സവാരിക്കിറങ്ങുന്നു. മീനുകൾ നിലാവിനെ വകഞ്ഞുമാറ്റി മിഴിയിൽ കോരിയെടുത്തുമ്മ വെച്ചു. എത്ര വേഗമാണ് രാത്രിയെ മിന്നാമിനുങ്ങുകൾ കാട്ടിലൊളിപ്പിച്ച് തുറന്നുവിടുന്നത്. ഒറ്റപ്പെട്ട രാത്രി ഇരുട്ടിനോട് രാപ്പക്ഷികളുടെ പ്രണയത്തെപ്പറ്റി ചോദിച്ച് മഞ്ഞിൻ്റെ മാറിലമർന്ന് രാത്രി മറ്റൊരു രാത്രിയുടെ മിഴികളിൽ നോക്കിയിരുന്ന് വിതുമ്പിപ്പോയി. ഓരോ ആളുകളും നിവർത്താൻ പറ്റാത്ത അനേകം രാത്രികൾ അടക്കി വെച്ച മണ്ണറകളാണ്. പ്രതീഷ് താന്നിയാടിൻ്റെ വരി നോക്കൂ. ഓരോ ആളുകളും നിവർത്താൻ പറ്റാത്ത അനേകം രാത്രികൾ അടക്കി വെച്ച മണ്ണറകളാണ്. അവരുടെ രാത്രിയല്ല നിങ്ങളുടെ രാത്രി. രാത്രിയിൽ മാത്രം വിരിയാറുള്ള പൂവുകൾ പറിച്ച് നിന്റെ മടിയിൽ പൊതിഞ്ഞ് മിഴിയനക്കത്തെ രാത്രിയുടെ ഒഴിഞ്ഞ യാമത്തിൽ ഇരുട്ടിൽ അളന്ന് എന്നെഴുതിയാണ് അദ്ദേഹത്തിൻ്റെ ആ രചന അവസാനിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രതീഷ് താന്നിയാടിൻ്റെ രചനകൾക്കൊപ്പം നിങ്ങൾ പ്രിയപ്പെട്ടവർ പങ്കുവയ്ക്കുന്ന രചനകളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന വേദിയാണ്. നാളെ വയനാടിൻ്റെ മറ്റൊരു എഴുത്തുകാരി ഐഷ മാനന്തവാടിയുടെ രചനയാണ് നിങ്ങൾക്കായി പങ്കുവയ്ക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം മനസ്സിൽ തീരാ ദുഃഖമായി കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതം ബാധിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പോഴുമുണ്ട്. ആ കുഞ്ഞുങ്ങളെ സ്മരിച്ചുകൊണ്ട് അനിൽ ഐവർകാല എഴുതിയ രചന അദ്ദേഹം ഇവിടെ ഒരു നൊമ്പര ഗാനം എന്ന തലക്കെട്ടോടുകൂടി നമുക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം സഹ്യനുമായി ബന്ധപ്പെട്ട ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. MyFMൽ നിന്ന് സുനിത സ്നേഹം അറിയിക്കുന്നുണ്ട്. മുകേഷ് KC കൂട് എന്ന തലക്കെട്ടോടുകൂടി പ്രിയപ്പെട്ട പ്രതീഷ് താന്നിയാടിൻ്റെ രചന പങ്കുവയ്ക്കുന്നു. കവിത വായിക്കുമ്പോൾ എന്താ ഭംഗി, ഓരോ വരികളും ജീവനുള്ളതായി തോന്നുന്നു എന്ന് ഗില്ലു പറയുന്നുണ്ട്. തീർച്ചയായും എൻ്റെ ശബ്ദം എവിടെ കേട്ടാലും ഓടിയെത്തുന്ന ആളാണ് ആൻ്റണി ഗില്ലിയാൻ അലക്സ്. ന്യൂ ഇയർ ദിനത്തിൽ എനിക്ക് ആകെ ഒരു അതിഥി ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒപ്പം അന്ന് പകൽക്കാലത്ത് എന്നെ കാണാൻ നേരിട്ടെത്തിയ ആളാണ് ആൻ്റണിയെ പിന്നെ കണ്ടിട്ടില്ല. ആൻ്റണി ആലുവയിലാണ്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ആൻ്റണി ഗില്ലിയാൻ അലക്സിനെ, പ്രിയപ്പെട്ട എഴുത്തുകാരനെ, JP രാമകൃഷ്ണൻ്റെ പുസ്തക പ്രകാശനം നടക്കുന്നതും അതേ ദിവസമാണ്, 28-ാം തീയതിയാണെന്ന് പ്രതീഷ് താന്നിയാട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് ജയൻ്റെ പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്, അത് രാവിലെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാൻ അക്കാഡമിയിൽ എത്താമെന്ന് അറിയിച്ചിരുന്നു. ആ പരിപാടിയിൽ കുഴൂർ വിൽസനെ പങ്കെടുപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ പ്രതീഷ് താന്നിയാട് എന്നോട് സംസാരിച്ചിരുന്നു. എന്തായാലും എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രതീഷ് താന്നിയാടുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് അരുംജിയും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. സ്നേഹം അറിയിച്ചുകൊണ്ട് അജിത അനിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. മുകേഷ് KC താന്നിയാടൻ്റെ പുസ്തക പ്രകാശനം ഉളി 28-ന് സാഹിത്യ അക്കാദമിയിൽ വെച്ച് ഉച്ചയ്ക്ക് ശേഷമെന്ന് അറിയിക്കുന്നുണ്ട്. രേണുകാകൃഷ്ണൻ ഇവിടെ എത്തി, ഇക്ക എന്ന് വിളിക്കുന്നുണ്ട്. അരുൺജിയം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ചില ഓർമ്മകളാണ്. തീർച്ചയായും താന്നിയാടനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഒട്ടനവധി എഴുത്തുകാരെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങളും വിശേഷങ്ങളും അവലോകനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാറുള്ള ആളാണ് അരുൺജിയമ്മൻ്റെ ആ ഒരു കുറിപ്പിന് ശേഷം നമ്മൾ അനിൽ ഐവർകാലയുടെ വരിയിലേക്ക് മടങ്ങും. നമസ്കാരം അറിയിച്ചുകൊണ്ട് ഭാസ്കരൻ ആരോളി വീട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും അനിൽ പങ്കുവച്ച കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതത്തിൽ ഇന്നും ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സമർപ്പിച്ചെഴുതിയ വരികളിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് അരുൺജിയമ്മിൻ്റെ വാക്കുകൾ: പ്രിയപ്പെട്ടവൻ അവനിൽ നിന്ന് കവിതയിലേക്ക് ചേക്കേറുമ്പോൾ ലോകം അവനിലേക്ക് ചേർന്നു നിൽക്കുന്നു. അവൻ്റെ പുസ്തകം വരുന്നു, ഒരുപാട് നാളത്തെ ആഗ്രഹം. നീർമാതളം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഉളി എന്ന കാവ്യസമാഹാരം പ്രിയപ്പെട്ട കവി കുഴൂർ വിൽസൺ നന്ദനൻ മുളമ്പത്തിന് നൽകി പ്രകാശനം ചെയ്യുന്നു. വലിയ സന്തോഷമാണ്. കാരണം കുഴൂർ വിൽസൻ്റെ നമ്പർ നൽകിയതും കുഴൂർ വിൽസനോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചതുമൊക്കെ ഞാൻ തന്നെയാണ്. എന്നോട് ചർച്ച ചെയ്തിരുന്നു. അതുപോലെ നന്ദനൻ മുളമ്പത്ത് എനിക്ക് ധ്വനി ബുക്സിലുണ്ടായിരുന്ന കാലം മുതൽ എനിക്കറിയാം. നന്ദൻ മുളമ്പത്തിൻ്റെ പുസ്തകാവലോകനങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. എന്തായാലും അക്കാഡമിയിൽ വെച്ച് 28-ാം തീയതി കുഴൂർ വിൽസൺ നന്ദനൻ മുളമ്പത്തിന് നൽകിയാണ്. ഉളി കവിതകൾ എന്നുള്ള കവർ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണാം. അതിൻ്റെ
പിന്നെ അവതാരിക എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട വിഷ്ണുവേട്ടനാണ്. അതിൻ്റെ പുസ്തകത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് KP മുരളീധരനാണ്. മാതൃഭൂമിയിലൂടെയൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള അദ്ദേഹമായിരുന്നു നമ്മുടെ അകാലത്തിൽ നമ്മെ വിട്ടുപോയ കുറത്തിയാടൻ്റെ കഴിവേറിക്കാറ്റിനകത്തെ ചിത്രങ്ങൾ വരച്ചത്. എന്തായാലും അരുൺജിയം പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനയിൽ ഇങ്ങനെ പറയുന്നു: നിലാവിനെ അഴിച്ചു നോക്കി കുടഞ്ഞ് ചുരുട്ടിക്കൂട്ടി കക്ഷത്ത് വെച്ച് കൊണ്ടുപോകുന്നു മേഘത്തിൻ്റെ വീട്ടിലേക്ക് ഓടിത്തളർന്ന കാറ്റ്. നിലാവിനെ അഴിച്ചു നോക്കി കുടഞ്ഞ് ചുരുട്ടിക്കൂട്ടി കക്ഷത്ത് വെച്ച് കൊണ്ടുപോകുന്നു മേഘത്തിൻ്റെ വീട്ടിലേക്ക് ഓടിത്തളർന്ന കാറ്റ്. കൂടെ പോകുന്നു ആദി പിടിച്ച മേഘ കുഞ്ഞുങ്ങൾ. ഈ കവിത അനിൽ മുട്ടാരും ഞങ്ങളെല്ലാവരും വയനാട്ടിൽ ഒത്തുചേർന്നതിൻ്റെ പിറ്റേന്ന് തൻ്റെ പാതിയുടെ പരാതി കേട്ട് ചിരിച്ചുകൊണ്ട് എഴുതിയതാണെന്ന് പറയുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണ്. ഫോണിലൂടെയൊക്കെ താന്നിയാടിൻ്റെ വാക്കുകളിൽ തന്നെ ഇങ്ങനെ സ്നേഹം നിറയും. നല്ല ഒരു പ്രത്യേക കണ്ണാണ് താന്നിയാടിൻ്റെ കണ്ണ്. പൂച്ചക്കണ്ണുമല്ല, ഒരു നീല കണ്ണാണ്. എല്ലാവരും തിരഞ്ഞെടുപ്പ് എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചന ബിന്ദു ടീച്ചർ പങ്കുവയ്ക്കുന്നുണ്ട്. ജനൽ വിടവ് എന്ന രചനയാണ് ബിന്ദ്യാജിത്ത് പങ്കുവയ്ക്കുന്നത്. റോഡ് മുറിച്ച് കടക്കുമ്പോൾ എന്ന രചന ബിന്ദു ടീച്ചറും കൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. മുകേഷ് KC താന്നിയാടൻ്റെ പ്രകാശനത്തിന് ആശംസകൾ നേരുന്നുണ്ട്. പ്രിയപ്പെട്ട അജിത അനിലും സുനിതയും എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയായും ഞാൻ അതിന് തൊട്ട് മുമ്പായി നമുക്കായി പ്രിയപ്പെട്ട അനിൽ പങ്കുവെച്ച അനിലിൻ്റെ ആ ഒരു രചനയിലൂടെ സഞ്ചരിക്കാം. കാരണം അനിൽ നമുക്കായി പങ്കുവെച്ചത് ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് സ്മരിച്ചുകൊണ്ട് അനിൽ ഐവർകാല എഴുതിയ നൊമ്പര ഗാനത്തിൽ ഇങ്ങനെ പറയുന്നു: എന്തിനീ ദുരിതം തളിക്കുന്നു മീതെ എൻഡോസൾഫാൻ എന്നൊരാ പേരിൽ, എത്രയോ നാളായി നാം കാണുന്ന ദുരിതം, എന്നിനി നിർത്തും നിങ്ങൾ തൻ ക്രൂരത, പെറ്റുവീഴുന്ന പൊന്നോമന കുഞ്ഞിനെ നോക്കി പൊട്ടിക്കരയുന്നൊരീ മാതൃവാത്സല്യം. കൈകൾ ചലിക്കാതെ കാലുകൾ ഉറയ്ക്കാതെ മുഖശ്രീ തിളങ്ങാതെ വാടി നിൽപ്പൂ ഈ കുരുന്നുകൾ. മുറ്റത്തു തുള്ളിക്കളിക്കേണ്ട പ്രായമിതിൽ, മുറിയുടെ മൂലയിൽ ചുരുണ്ട് കിടക്കുന്നു ബാല്യം. അമ്മിഞ്ഞപ്പാൽ മണം നിറയുമീ ചുണ്ടിലേക്ക് എന്തിനീ അമ്മതൻ കണ്ണുനീർ വീഴ്ത്തുന്നു. ഈ മാതൃദുഃഖത്തിൻ കനൽ ചൂളയിൽ നിങ്ങൾ വെന്തെരിയുന്നൊരു കാലം വിദൂരമല്ലെന്നോർക്കുക. നെഞ്ചിലൊരായിരം വിങ്ങലുമായി ഞാൻ കെഞ്ചുന്നു വീണ്ടും, ഇനിയും ഈ സുന്ദര ഗ്രാമത്തിൻ മീതെ തളിക്കരുതേ ഈ വിഷത്തുള്ളികൾ ഒരു നാളും. തീർച്ചയായും നിങ്ങൾ ഇവിടെ കാണുന്ന രചനകൾ, ഇഷ്ടപ്പെടുന്ന രചനകളൊക്കെ ലൈക്ക് ചെയ്യുകയും ആ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കാരണം അനിലുള്ളത് കൊല്ലത്താണ്, എനിക്കറിയാം. അനിൽ നിളയിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നിളയെക്കുറിച്ച് എഴുതിയിരുന്നു. കാസർഗോഡ് എൻഡോസൾഫാൻ്റെ അവസ്ഥ അതുതന്നെയാണ് ഒരു കവിയുടെ ധർമ്മം. വർത്തമാനകാല സാഹിത്യരചനകൾ റിയലിസത്തിൻ്റെയും കാൽപ്പനികതയുടെയും ഭാരം താങ്ങുന്നവയല്ല. കാരണം മറിച്ച് ചരിത്രാനുഭവങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. കാരണം ഇത് സാധ്യമാകുന്നത് പ്രത്യേകിച്ച് താന്നിയാടനെ പോലുള്ള ആളുകൾ ജീവിതാവസ്ഥയുടെ പ്രതിനിധാനമായ ചിഹ്ന രൂപങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഭാഷ ഒരു പ്രയോഗാത്മകമായ വ്യവസ്ഥയായി നമുക്ക് മുന്നിൽ മാറുന്നത്. ഭാഷയൊരു വിനിമയോപാധി അല്ലാതായി മാറുകയും നിർവഹണ ഉപാധിയായി മാറുകയും ചെയ്യുന്ന ചിഹ്ന രൂപങ്ങൾ ഒരേ സമയം അതിജീവനത്തിൻ്റെ പാതയിലൂടെ, അതുപോലെ തന്നെ ശ്രേണീവൽക്കരണത്തെയൊക്കെ മറികടന്നുകൊണ്ട് സാർവലൗകിക മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, മനുഷ്യത്വത്തിലേക്ക്, മനുഷ്യാവകാശത്തിലേക്കൊക്കെ ചേർന്ന് നിൽക്കുന്ന പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും രചനകളാണ്. അവിടെ ആകാശവും കടലും കിളികളും എല്ലാം നമുക്കിടയിൽ ഇങ്ങനെ വർണ്ണമേഘങ്ങൾ പൊഴിച്ചുകൊണ്ട് കവിയിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കവിതയിൽ പ്രണയത്തിൻ്റെ രീതിയും മറ്റൊന്നാണ്. കാൽപ്പനികതയ്ക്കപ്പുറം പ്രകൃതിയും സ്ത്രീയും പുരുഷകാമനകളുമൊക്കെ വ്യത്യസ്തമായ ശൈലിയിലാണ്. അല്പം മുമ്പ് അരുൺജിയം സൂചിപ്പിച്ചതുപോലെ ഭാര്യയുമായി പിണങ്ങിയിരുന്ന സമയത്ത് എഴുതിയ ആ വരികളുടെ ആ ഒരു രസകരമായ ചിട്ടപ്പെടുത്തൽ ആലോചിച്ച് നോക്കുക. പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്ര ഭംഗിയോടുകൂടിയാണ് അദ്ദേഹം നമ്മളിലേക്ക് ആ വരികൾ സന്നിവേശിപ്പിച്ചത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഞാൻ വായിച്ച കവിത എന്ന തലക്കെട്ടോടുകൂടി ഇവിടെ പ്രതീഷ് താന്നിയാടിൻ്റെ കണപ്പ് എന്ന രചന ബിന്ദു ടീച്ചർ പങ്കുവച്ചിരുന്നു. നന്നായി അളവെടുത്ത് നോക്കിയിരുന്നു, എന്നിട്ടും കോൺകുത്താം. മതിലു കെട്ടുമ്പോൾ രാജ്യത്തിൻ്റെ കോൺപിരിവ് വല്ലാതെ കൂടി. ആ കെട്ടുപണിക്കാർ ഏതു മറവിൽ നിന്നാണ് കെട്ടിപ്പൊക്കിയത്? വിശപ്പിൻ്റെ 6 പൊക്കം. രാജ്യത്തിൻ്റെ കണപ്പ് തീർക്കുമ്പോൾ ഏറ്റവും ദരിദ്രരെ പിരിച്ച് ചോര കിനിയുന്ന കയറുണ്ടാക്കണം. ആട്ടിയോടിക്കുന്നവരെ ഇറക്കി പറിക്കാവുന്ന മൂലക്കുറ്റിയാക്കണം.
വലിച്ചു മുറുക്കേണ്ടത് ഭരണഘടനയുടെ ആണിക്കല്ലിലാണ്. എന്നിട്ടും കോൺകുത്തു മാറിയില്ലെങ്കിൽ ചേരിയിലും തെരുവിലും തിരയണം. കാണാൻ പറ്റും കോൺകുത്തില്ലാത്ത രാജ്യവും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന കുഞ്ഞുങ്ങളെ എന്നെഴുതിയാണ്. കണപ്പുക എന്നത് വീടുകളും കെട്ടിടവും നിർമ്മിക്കുമ്പോൾ മൂല തിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ്. അതിനെയാണ് കണപ്പെന്ന് പറയുക. നോക്കുക, എഴുത്തുകാരൻ്റെ ധർമ്മം, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഉളി എന്നാണ്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂട് എന്ന മുകേഷ് കെ സി പങ്കുവെച്ച പ്രതീഷ് താന്നിയാടൻ്റെ രചനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. രോഹിണി അടയാളം എന്ന രചന പങ്കുവെക്കുന്നുണ്ട്. ബിന്ദു ബി വി താന്നിയാടിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. സിറാജ് ശാരംഗപാണി ഒറ്റുകൊടുത്തവർ എന്ന രചന ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. പ്രിയപ്പെട്ട നിസാം കായംകുളം, പ്രിയപ്പെട്ട അബിയുടെ, നമ്മളുടെ ഷൈൻ നിഗമിൻ്റെ അച്ഛൻ അബി എന്ന സാഗറിലൂടെ ശ്രദ്ധേയനായ മിമിക്രി കലാകാരൻ്റെ ശിഷ്യനായിട്ടുള്ള നിസാം കായംകുളം മികച്ചൊരു നാടൻപാട്ട് കലാകാരനും മിമിക്രി കലാകാരനുമാണ്. അദ്ദേഹം ഉടൻ തന്നെ നമ്മൾ വീണ്ടും പുനരാരംഭിക്കുന്ന നമ്മളുടെ വീഡിയോ ലൈവുകളിലൂടെ മടങ്ങിയെത്തുന്നുണ്ട്. അദ്ദേഹം മികച്ചൊരു നമ്മളെ പിന്തുണയ്ക്കുന്ന, നമ്മളാം പൂക്കാലത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ മാമിനുട്ടിയും ഒക്കെ ലൈവിൽ വന്നിട്ടുണ്ട്. വീണ്ടും കാത്തിരിക്കുകയാണ്. നമ്മുടെ പരിപാടികൾ വിലയിരുത്തുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രി അസോസിയേഷൻ്റെ ഒക്കെ സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള നിസാം കായംകുളത്തിനെ കാണാനായതിൽ വലിയ സന്തോഷം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി നമ്മെ മനം കവരുന്ന രീതിയിൽ കവിതകൾ അവതരിപ്പിക്കുന്ന ഷായ്ക്ക് സ്നേഹാശംസകളെന്ന് ബിന്ദു ടീച്ചർ അറിയിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം. പ്രിയ സുഹൃത്ത് ജയൻ പി രാമകൃഷ്ണനും പ്രതീഷ് താന്നിയാടനും ഹൃദയം നിറഞ്ഞ ആശംസകളെന്ന് അറിയിക്കുന്നുണ്ട്. അതെ, 28-ാം തീയതി തന്നെയാണ് ദുഷ്യന്ത വചനത്തിലൂടെ ശ്രദ്ധേയനായ ജയൻ പി രാമകൃഷ്ണൻ്റെ പുസ്തകവും പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഇടപ്പള്ളി ലൈബ്രറി ഹാളിൽ വെച്ച് അതേ ദിവസം ഞായറാഴ്ച രാവിലെ ആയിരിക്കും ആ പുസ്തകവും പ്രകാശനം ചെയ്യപ്പെടുക. എന്തായാലും ഏറെ സ്നേഹമാണ്, സന്തോഷമാണ്. വരും ദിവസങ്ങളിൽ പ്രകാശനത്തിന് മുമ്പ് തന്നെ നമ്മൾ ജയൻ പി രാമകൃഷ്ണൻ്റെ രചനകളും ഇവിടെ ചർച്ച ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്തുള്ള ദുഷ്യന്ത വചനത്തിന് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള പല പ്രഭാത ചിന്തകളും ഒക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് മടങ്ങിപ്പോണം. രോഹിണി പങ്കുവയ്ക്കുന്ന അടയാളം എന്ന പ്രതീഷ് താന്നിയാടിൻ്റെ ചെറു കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മരണം പോലെ കൂടെയുണ്ട് പ്രണയമേ, നീ വിരല് കൂട്ടിക്കെട്ടിയ ചരട് പോലെ. മരണം പോലെ കൂടെയുണ്ട് പ്രണയമേ, നീ വിരല് കൂട്ടിക്കെട്ടിയ ചരട് പോലെ എന്നെഴുതുന്നു പ്രതീഷ് താന്നിയാട് അടയാളം എന്ന തൻ്റെ ചെറുരചനയിൽ. വിനോദ് കൊല്ലങ്കോടിൻ്റെ മരണവീട് എന്ന രചനയാണ് സിറാജ് ശാരംഗപാണി പങ്കുവെക്കുന്നത്. ഒറ്റുകൊടുത്തവർ എന്ന പ്രഭിത പ്രകാശിൻ്റെ രചനയും പങ്കുവെക്കുന്നുണ്ട് സിറാജ് ശാരംഗപാണി. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. തിരഞ്ഞെടുപ്പ് എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു രചന ബിന്ദു ബി വിയും ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി എനിക്ക് ഏറെ ഹൃദ്യമായി തോന്നിയ താന്നിയാടൻ്റെ ആ വരികളൊന്ന് വായിക്കാം. നിലാവിനെ അഴിച്ചു നോക്കി കുടഞ്ഞ് ചുരുട്ടിക്കൂട്ടി കക്ഷത്ത് വെച്ച് കൊണ്ടുപോകുന്നു മേഘത്തിൻ്റെ വീട്ടിലേക്ക് ഓടിത്തളർന്ന കാറ്റ്. കൂടെ പോകുന്നു ആദി പിടിച്ച മേഘക്കുഞ്ഞുങ്ങൾ. താന്നിയാടിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് ഈ കവിത. അനിൽ മുട്ടാറും ഞങ്ങളെല്ലാവരും വയനാട്ടിൽ ഒത്തുചേർന്നതിൻ്റെ പിറ്റേന്ന് തൻ്റെ പാതിയുടെ പരാതി കേട്ട് ചിരിച്ചുകൊണ്ട് താന്നിയാടൻ എഴുതിയതാണെന്ന് അരുൺ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: തിരഞ്ഞു തിരഞ്ഞു പോകുന്നു ഇലകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ജലം. ഉറങ്ങിയ മണ്ണിൻ്റെ മുടിയിഴകളിൽ വിണ്ടുകീറിയ തലയോട്ടിയിൽ ആഴത്തിൽ തലച്ചോറിളക്കി പരതി കിതച്ച് പതഞ്ഞൊഴുകി മാറിൻ്റെ കൂർപ്പിൽ തളർന്നുറങ്ങി ജലം. തിരഞ്ഞു പോയവർ നൂറ്റാണ്ടുകൾ മായ്ച്ചാലും തീരാത്തത്ര മുറിവുകളാൽ മരങ്ങളെ, ശബ്ദങ്ങളെ വെടിയുണ്ടകളാൽ അടച്ചു. ജലം തിരഞ്ഞ് രൂപം മാറി മറ്റൊരു ലോകത്തേക്ക് ഉറഞ്ഞു. നീണ്ട മൗനത്തിൽ ജലം വിത്തിനെ കിളിർപ്പിക്കുന്നു എന്നെഴുതിയാണ് പ്രതീഷ് താന്നിയാടിൻ്റെ ആ രചന അവസാനിക്കുന്നത്. ആന്റണി ഗില്ലിയാൻ അലക്സ് ഇവിടെ ആശംസകൾ അറിയിക്കുന്നുണ്ട്. പ്രതീഷ് താന്നിയാടിൻ്റെ 28-ാം തീയതി പ്രകാശനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഉളിക്കവിതകൾ എന്ന പുസ്തകത്തിന്. ഒറ്റുകൊടുത്തവർ എന്ന രചനയിൽ സിറാജ് ശാരംഗപാണി ഇങ്ങനെ പറയുന്നു: ഉദാത്തമായ പ്രണയത്തിൻ്റെ തീക്കനൽ തട്ടി നെഞ്ചു പൊള്ളിയത് ആരാണ് മിഴികളോട് ഒറ്റുകൊടുത്തത്? ഉദാത്തമായ പ്രണയത്തിൻ്റെ തീക്കനൽ തട്ടി നെഞ്ചു പൊള്ളിയത് ആരാണ് മിഴികളോട് ഒറ്റുകൊടുത്തത്? അണപൊട്ടിയൊഴുകാതെ കൺപോള തടയണ തീർത്തത് കാഴ്ച മറികടക്കാനാണെന്ന് എന്താണ് മനസ്സിലാക്കാതിരുന്നത്? നാക്കിനെ വിലങ്ങിയിട്ടും കണ്ടത്തെ വിചാരണ ചെയ്തും കാതിനെ തുറങ്കിലടച്ചും ചുണ്ടിൽ പുഞ്ചിരി തേച്ച് ആത്മരോക്ഷം കെട്ടടക്കി. പാഠപുസ്തകത്തിലെ കറുത്ത മഷിക്ക് ഒറ്റുകാരൻ്റെ സാദൃശ്യം. എഴുതി വെട്ടിയ കവിതകളിൽ മരണത്തിൻ്റെ മുഖഭാവം.
അന്ത്യാഹാരത്തിലെ ഗോതമ്പ് ദോശയ്ക്ക് മിഴിനീരുപ്പിൻ്റെ ചുവ, ഓർമ്മയുടെ ഓളങ്ങളിൽ മുങ്ങാങ്കുഴി ഇടരുതെന്നും തിരയിളക്കം ഉണ്ടാകരുതെന്നും പലയൊരു മന്ത്രിച്ചിട്ടും ആരാണ് അനുസരണക്കേട് കാണിച്ചത്? നെഞ്ചിലെ ചാരം വകഞ്ഞ് കനലൂതി കത്തിച്ച് വീണ്ടും പൊള്ളിച്ച വിവരം ഇക്കുറി ആരാണ് മിഴികളോട് ഒറ്റുകൊടുത്തത്? വിലങ്ങിട്ടവനും വിചാരണ ചെയ്യപ്പെട്ടവനും തുറുങ്കിലടയ്ക്കപ്പെട്ടവനും വിധി വധശിക്ഷ. കുറ്റം വിശ്വാസവഞ്ചന എന്ന പ്രഭിതാ പ്രകാശിൻ്റെ രചനയാണ് ഒറ്റുകൊടുത്തവർ എന്ന രചന. സറാശാരംഗമാണി ഇവിടെ പങ്കുവച്ചിരിക്കുന്നു. മരണവീട് എന്ന രചനയിൽ വിനോദ് കൊല്ലങ്കോട് ഇങ്ങനെ പറയുന്നു: വെളുത്ത പട്ടിൽ പുതച്ചുറങ്ങുന്നവൻ്റെ വീട് ഇനിയിപ്പോൾ ശാന്തമാണ്. അന്തിക്കള്ളുമോന്തി സന്ധ്യയ്ക്ക് വന്നവന് കിടപ്പാടമൊരുക്കിയ വരാന്ത, ചാന്ദ്രനടത്തത്തിന് കളമൊരുക്കിയ കൈപ്പത്തി പതിഞ്ഞൊരാ ചുവരുകൾ, അവസാനത്തെ ജീവന്റെ തുടിപ്പിലും ദൃക്സാക്ഷിത്വം വഹിച്ച കഴുക്കോല്, അബോധ മനസ്സിൽ നിന്നും തുറന്നെറിയപ്പെട്ട ഭ്രാന്തിൻ്റെ കൽപ്പനകൾ നിറഞ്ഞ അകത്തളം, തൻ്റെ പ്രതിഷേധത്തിനിരയായ പൊട്ടിയ അടുക്കളപാത്രങ്ങൾ, വിലയ്ക്കു വാങ്ങിയ കരച്ചിലോളികൾ, ശമ്പളം എണ്ണി തിട്ടപ്പെടുത്തി പടിയിറങ്ങുമ്പോൾ തരിച്ചിരിപ്പാണ് ഇന്നവൻ്റെ മരണവീട് എന്നെഴുതിയാണ് വിനോദ് കൊല്ലങ്കോടിൻ്റെ ആ രചന അവസാനിക്കുന്നത്. അടയാളത്തിൽ മരണത്തെക്കുറിച്ച് രോഹിണി പങ്കുവയ്ക്കുന്നതാണ്. പ്രതിസ്ഥാനിയാട് ഒറ്റ വരിയിലൂടെ ഇങ്ങനെ പറയുന്നു: മരണം പോലെ കൂടെയുണ്ട് പ്രണയമേ നീ, വിരല് കൂട്ടിക്കെട്ടിയ ചരടുപോലെ എന്ന്. ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് ഓരോ പ്രിയപ്പെട്ടവരെയും. ഇവിടെ സന്തോഷം അറിയിക്കുന്നുണ്ട് ഹംസ അനക്കര. ഞാൻ എഴുതിയ കവിത ഇത്ര ഫീലോടുകൂടി അവതരിപ്പിച്ച ആർ ജെ ഷായ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഷാ മാഷിനെന്ന് അറിയിക്കുന്നുണ്ട്. ആർ ജെ ഷാ എന്ന് വിളിച്ചാൽ മതി, ഞാൻ മാഷൊന്നുമല്ല. അനിൽകുമാർ ഐവർകാല ഏറെ സ്നേഹത്തോടു കൂടി മികച്ചൊരു എഴുത്തുകാരനാണ് നിങ്ങൾ, ഭംഗിയായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. സ്നേഹം അറിയിക്കുകയാണ് ഓരോ പ്രിയപ്പെട്ടവരെയും. ബിന്ദു ബീവി പങ്കുവയ്ക്കുന്ന താന്നിയാടൻ്റെ മറ്റൊരു ചെറുവരി: ചെറിയ മരങ്ങളിൽ തീരെ ചെറിയ പക്ഷികൾ കൂടുവെക്കുന്നു. ചെറിയ മരങ്ങളിൽ തീരെ ചെറിയ പക്ഷികൾ കൂടുവെക്കുന്നു. കുറച്ചു തീറ്റകൾ സൂക്ഷ്മതയോടെ കരുതി കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി പറത്തിവിട്ട് അതിസൂക്ഷ്മതയെ കൈവിടാതെ എന്നെഴുതിയാണ് താന്നിയാടൻ്റെ ആ രചന അവസാനിക്കുന്നത്. ഹംസക്ക ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അജിതാനിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും രചനകൾ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം അറിയിക്കുകയാണ്. ദിസ് ഇസ് മൈ FM 99.7. നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM, മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൻ്റെ വായനാമുറിയിൽ നിങ്ങൾ ആർ ജെ ഷായുടെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ രചനകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാവുന്ന വേദിയാണ്. പ്രതീഷ് താന്നിയാടിൻ്റെ രചനകൾക്കൊപ്പം നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റെഴുത്തുകാരുടെ രചനകൾ, നിങ്ങളേറെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രശസ്തരായ എഴുത്തുകാരുടെ വരികളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാവുന്ന വേദിയാണിത്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. ശ്യാം കൃഷ്ണലാൽ എന്നൊരു എഴുത്തുകാരനുണ്ട്. പട്ടാമ്പി കവിതാ കാർണിവലിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. പ്രതീഷ് താന്നിയാടും ശ്യാം കൃഷ്ണലാലും അരുൺ ജി എമ്മും ഒട്ടനവധി എഴുത്തുകാരായിട്ടുള്ള സലീം സ്റ്റേനം ഉൾപ്പെടെയുള്ളവർ. അന്ന് ശ്യാം കൃഷ്ണലാൽ പ്രതീഷ് താന്നിയാടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞാനൊരു വഴക്കാളിയായ മണഗുണാഞ്ചനാണ്, പക്ഷേ ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചാണ് പിരിഞ്ഞത്. FBയിലെ സുഹൃത്തുക്കൾ നേരിൽ കാണുമ്പോൾ നമുക്ക് തോന്നിയ അടുപ്പമൊന്നും തോന്നാറില്ലെന്നേ. ഓടിച്ചെന്ന് വർത്തമാനം പറഞ്ഞ് നാണം കെട്ട് പലതവണ ഞെട്ടി നിന്നിട്ടുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കില്ല, പക്ഷേ ശുക്രണ്ണൻ നല്ല അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളെയും തരും, അനുഗ്രഹിക്കപ്പെട്ട പോലെ എന്നാണ്. വിത്ത് എന്നെഴുതിയാണ്. പ്രതീഷ് താന്നിയാടിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ചാണ്. ഐഷ മാനന്തവാടിയുടെ രചന നമ്മൾ നാളെ ചർച്ച ചെയ്യുന്നുണ്ട്. ഐഷ മാനന്തവാടിയുടെ നിഴലുകൾക്കിടയിൽ എന്ന നിർമാതളം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ വരികൾ ഇങ്ങനെയാണ്. നഷ്ടമെന്ന തലക്കെട്ടോടുകൂടി ഐഷ മാനന്തവാടി ഇങ്ങനെ പറയുന്നു: ആദ്യത്തെ നഷ്ടം കുഞ്ഞുടുപ്പായിരുന്നു, പിന്നെ പട്ടുപാവാടയും ചുരിദാറും. ഞാൻ സ്വയം വെടിഞ്ഞു, പിന്നെ സാരിയിൽ നിന്ന് നരയുടെ വെള്ള വസ്ത്രത്തിലേക്ക് വീണു. ഒടുക്കം ഒറ്റ മുണ്ടു പുതച്ച് യാത്രയായി. ചിതലിനവകാശപ്പെട്ട ഞാനും എഴുതിയാണ് ഐഷ മാനന്തവാടിയുടെ നിഴലുകൾക്കിടയിൽ എന്ന ആ രചന അവസാനിക്കുന്നത്. ഒന്നുമില്ല എന്ന തലക്കെട്ടോടുകൂടി പ്രതീഷ് താന്നിയാടൻ്റെ ഒരു രചന ഇവിടെ അജിത അനിൽ നമുക്കായി പങ്കുവെച്ച് നൽകുന്നുണ്ട്. ഒന്നുമില്ലയിൽ പ്രതീഷ് താന്നിയാടൻ ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിൽ പൂക്കൾ വിൽക്കുന്നയാളുടെ മകൾ, സ്വർഗത്തിൽ പൂക്കൾ വിൽക്കുന്നയാളുടെ മകൾ
നരകത്തിലെ കാവൽക്കാരന് പൂക്കളിൽ നിന്ന് ഊറി വന്ന തേൻ പാത്രത്തിൽ നിറച്ച് നരകത്തിൻ്റെ മതിലിൽ വെച്ചു കൊടുക്കുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. സ്വർഗത്തിൽ പൂക്കൾ വിൽക്കുന്നയാളുടെ മകൾ നരകത്തിലെ കാവൽക്കാരന് പൂക്കളിൽ നിന്ന് ഊറി വരുന്ന തേൻ പാത്രത്തിൽ നിറച്ച് നരകത്തിൻ്റെ മതിലിൽ വെച്ചു കൊടുക്കുന്നു. മതിൽ ഉരുകിയൊലിച്ച് ആമ്പലുകൾ നിറഞ്ഞ തടാകമായി മാറി. അടിത്തട്ടിലെ മീനുകൾ സ്വർഗത്തിൻ്റെ വാതിലിൽ നരകത്തിലകപ്പെട്ടവരുടെ പ്രണയം ചുണ്ടുകളാൽ കോറിയിടുന്നു. നരകത്തിലെ അടുക്കളയിൽ മതിലുകളെപ്പറ്റിയും വേർതിരിവുകളെപ്പറ്റിയും ബോട്ടിയും പഴഞ്ചോറും കഴിക്കുന്ന സ്വർഗത്തിലെ പൂജാരിമാർ വയറ് നിറച്ച് പറഞ്ഞു ചിരിക്കുന്നു. നരകത്തിൻ്റെ വിശാലമായ കളിസ്ഥലത്ത് സ്വർഗത്തിൽ നിറങ്ങി വന്നവരുടെ കളികൾ, ശലഭങ്ങൾ അതിർത്തികളിൽ പൂക്കൾ വിരിയിക്കുമ്പോൾ അവരുടെ ഉടലുകളിൽ നിന്ന് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പേരുകൾ മാഞ്ഞു പോകുന്നു. ശലഭങ്ങൾ അതിർത്തികളിൽ പൂക്കൾ വിരിയിക്കുമ്പോൾ അവരുടെ ഉടലിൽ നിന്ന് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പേരുകൾ മാഞ്ഞു പോകുന്നു എന്നെഴുതുന്ന പ്രതീഷ് താന്നിയാട്. ആദ്യ വരി തന്നെ എത്ര ഹൃദ്യമാണ്. സ്നേഹമറിയിക്കുകയാണ് അജിതാനിലിനെ പങ്കുവച്ചതിന്. സ്വർഗത്തിൽ പൂക്കൾ വിൽക്കുന്നയാളുടെ മകൾ നരകത്തിലെ കാവൽക്കാരന് പൂക്കളിൽ നിന്ന് ഊർന്നു വന്ന തേൻ പാത്രത്തിൽ നിറച്ച് നരകത്തിൻ്റെ മതിലിൽ വെച്ചു കൊടുക്കുന്നു. മതിൽ ഉരുകിയൊലിച്ച് ആമ്പലുകൾ നിറഞ്ഞൊരു തടാകമായി മാറി. ദിസ് ഇസ് മൈ FM 99.7. നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അത് ഏതൊരു കിടിലൻ മല്ലു വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൻ്റെ വായനാമുറിയിൽ RJ ഷായുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് പ്രതീഷ് താന്നിയാട് എഴുതിയ വരികളാണ് ബിന്ദു ടീച്ചർ പങ്കുവയ്ക്കുന്നത്. കാറ്റിൽ ഒരില മറിഞ്ഞു മറിഞ്ഞ് പൊടിയിൽ കുതിർന്ന് നനഞ്ഞ് ഞരമ്പുകൾ മാത്രം ബാക്കിയാക്കി അതുമലിഞ്ഞ് മണ്ണിൻ്റെ മണം മാത്രമെന്നെഴുതിയാണ് ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പ്രതീഷ് താന്നിയാടിൻ്റെ വരികൾ അവസാനിക്കുന്നത്. ഷംനാഥ് കോലിയക്കോട് ഇവിടെ എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. ലിസമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ലിസമ്മയുടെ ശബ്ദത്തിൽ നമ്മൾ അൽഫോൻസ ചേച്ചിയുടെ അൽഫോൻസ മാർഗരറ്റിൻ്റെ വരികൾ കേൾക്കാനായില്ല. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഒട്ടനവധി രചനകൾ ലിസ എന്ന പേരിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ സന്തോഷം വീണ്ടും ഇവിടെ എത്തിയതിലുള്ള സ്നേഹം അറിയിക്കുകയാണ്. അനിൽകുമാർ SD ഒരു രചന നേരുകൾ എന്ന തലക്കെട്ടോടുകൂടി സിറാജ് സാരംഗമാട്ടി സാർ പങ്കുവയ്ക്കുന്നുണ്ട്. ബിന്ദു ബീവിയുടെ തന്നെ ഒരു രചനയാണ്. തീർച്ചയായും ബിന്ദു ടീച്ചർ എല്ലാ ദിവസങ്ങളിലും സജീവമായി നമ്മളിലേക്ക് എത്തുന്ന എഴുത്തുകാരി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബിന്ദു ടീച്ചറുടെ ആ വരികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ജയദേവന്റെ കവിതയുടെ ശൂന്യഭാഗത്ത് വെറുതെ വരകൾ കൊണ്ട് വിഹ്വലതയും അശാന്തിയും കോറിയിടുമായിരുന്നു. ജയദേവന്റെ കവിതയുടെ ശൂന്യഭാഗത്ത് വെറുതെ വരകൾ കൊണ്ട് വിഹ്വലതയും അശാന്തിയും കോറിയിടുമായിരുന്നു. ഒരിക്കൽ പോലും അയാളുടെ വായനക്കാർ കവിതകൾ വായിക്കാതെ വരയുടെ അർത്ഥവും വ്യാപ്തിയും മാത്രം ചർച്ച ചെയ്തു. ഇനിയും പിറക്കാത്ത കവിത കുഞ്ഞുങ്ങൾ ഗർഭഗൃഹത്തിൽ തന്നെ കൊല ചെയ്യപ്പെട്ടു. ആശയങ്ങളുടെ നിറവും വാക്കുകളുടെ ഭംഗിയും കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന അയാളുടെ അന്തരാളത്തിൽ പൊടുന്നനെ കോറിയിടപ്പെട്ട രൂപങ്ങൾക്ക് ജീവൻ വെച്ചു. മജ്ജയും മാംസവും നിറഞ്ഞു. പിന്നെ അയാളെ നോക്കി അർദ്ധഗർഭമായി ചിരിച്ചു. ഇപ്പോഴയാൾ ഇരുട്ടിൽ മൂടിവെച്ച തൂലിക തപ്പുകയാണ്. മഷിക്കുപ്പികൾ നിരത്തിയ അലമാരയിൽ ഒന്നിൽ നിന്ന് മാത്രം രക്തവർണ്ണമുള്ള മഷി അയാളുടെ പേനയിലേക്ക് ഒഴുകിയെത്തി എന്നെഴുതിയാണ് ബിന്ദു ബീവിയുടെ ആ രചന അവസാനിക്കുന്നത്. ബിന്ദു ബീവിയെ സ്നേഹം അറിയിച്ചുകൊണ്ട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹംസാനക്കരയും ബിന്ദുയാജിത്തും ബിന്ദു മുരളിയും ഒക്കെ ഇവിടെയുണ്ട്. സ്നേഹം പ്രിയപ്പെട്ട പ്രതീഷ് താന്നിയാടൻ ജി എന്ന് അനിൽകുമാർ ഐവർകാല അറിയിക്കുന്നുണ്ട്. ബിന്ദിയെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. ലിസമാമ പരിപ്പ് കറി ഉണ്ടാക്കി കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതീഷ് താന്നിയാടൻ്റെ രചനകളും അതോടൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട വരികളും നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരുടെ രചനകളുമൊക്കെ പങ്കുവയ്ക്കുന്ന വേദിയാണ് നമ്മളാം പൂക്കാലം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും പ്രിയപ്പെട്ട പ്രതീഷ് താന്നിയാടിൻ്റെ മരം വരയ്ക്കുമ്പോൾ എന്നൊരു രചനയുണ്ട്. മരം വരയ്ക്കുമ്പോൾ എന്ന രചനയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: അവസാനത്തെ കിളികളുടെ തൂവൽ, ഒടുവിലത്തെ കൊക്കുറുമ്മൽ, മുട്ടകൾക്കുള്ളിലെ തിരക്ക്, ഇലകളുടെ ശ്രദ്ധ, വിരിയാൻ തുടങ്ങിയ മുട്ടിലെ പ്രണയനഷ്ടം, ആഴമേറിയ
ആഴം കരുതിയ വേരുകളിലാണ് മനുഷ്യർ പുനർനിർമ്മിക്കപ്പെടേണ്ടത്. മരം വരയ്ക്കണമെന്ന് എഴുതിയാണ് താന്നിയാടൻ്റെ ആ രചന അവസാനിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം വരും ദിവസങ്ങളിൽ ഏറെ സ്നേഹത്തോടു കൂടി തന്നെ നമ്മൾ ഏറെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉളി എന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ എല്ലാവരും പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് വിഷ്ണുപ്രസാദാണ്. മുഖചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് KP മുരളീധരൻ മാഷാണ്. അതുകൊണ്ട് തന്നെ ഏറെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം നമ്മെ ഈ വിവരം അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ റോഡ് മുറിച്ച് കടക്കേണ്ടി വരുമ്പോൾ എന്ന രചന ഇവിടെ പങ്കുവച്ചിരുന്നു, തെരഞ്ഞെടുപ്പ് എന്ന രചന. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഏറെ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അല്പം മുമ്പ് അജിത പങ്കുവെച്ച ഒന്നുമില്ല എന്ന രചനയാണ്. സ്വർഗത്തിൽ പൂക്കൾ വിൽക്കുന്നയാളുടെ മകൾ, നരകത്തിലെ കാവൽക്കാരന് പൂക്കളിൽ നിന്ന് ഊറി വന്ന തേൻ പാത്രത്തിൽ നിറച്ച് നരകത്തിൻ്റെ മതിലിൽ വെച്ചു കൊടുക്കുന്നു എന്ന രചന. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ കൂട് എന്ന രചന ഞാൻ പങ്കുവയ്ക്കാം. കിളികൾ ഉപേക്ഷിക്കപ്പെട്ട കൂട്ടിൽ പൊട്ടിയടർന്ന മുട്ടത്തോട് നിശബ്ദതയ്ക്ക് കൂട്ടിരിക്കും പോലെ നീ. കിളികൾ ഉപേക്ഷിക്കപ്പെട്ട കൂട്ടിൽ പൊട്ടിയടർന്ന മുട്ടത്തോട് നിശബ്ദതയ്ക്ക് കൂട്ടിരിക്കും പോലെ നീ. കൂട്ടിൽ നിന്ന് മരിച്ച് വിറങ്ങലിച്ച് താഴെ വീണ കുഞ്ഞിനെ പോലെ നമ്മുടെ പ്രണയം തുളുമ്പിയ കൊക്കുകൾ, അടർന്ന് ചിതലരിച്ച കൊമ്പു ഞാനെന്ന് എഴുതിയാണ് പ്രതീഷ് താന്നിയാടിൻ്റെ ആ രചന അവസാനിക്കുന്നത്. തുമ്പ എന്ന തലക്കെട്ടോടു കൂടി അദ്ദേഹം പറയുന്നു, ആഞ്ഞു കിളച്ചതു മണ്ണിൽ, മണ്ണു ജീവനോളം പിളർന്ന് ശ്വാസം വിടാതെ പകുത്തുപോയത് രാജ്യത്തിൻ്റെ വിശപ്പിനെ. വിശപ്പ് കൂട്ടം കൂടി വലിയ രാജ്യമാകും. അതിർത്തികളിൽ ധാന്യമണികൾ വിളഞ്ഞു നിൽക്കും. ധാന്യമണികൾ ഭരണകൂടത്തിൻ്റെ കഴുത്തറുക്കും. നിറഞ്ഞ പാടം ലോകത്തിൻ്റെ തുടിപ്പാണ്. ആഞ്ഞു കിളയ്ക്കുന്നത് ധാന്യമണിക്കാണ്. വിശപ്പിനെ വേർതിരിക്കുന്നില്ല ധാന്യങ്ങൾ എന്നെഴുതിയാണ് പ്രതീഷ് താന്നിയാടൻ്റെ പ്രതിഷേധം. വളരെ സത്യസന്ധമാണ്. ഏറെ നമ്മെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഓരോ രചനയിലൂടെയും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടയാളം എന്ന ഒറ്റ വരിയിൽ അദ്ദേഹത്തിന് പ്രണയത്തോട് ഇങ്ങനെ പറയാനാവുന്നത്, മരണം പോലെ കൂടെയുണ്ട് പ്രണയമേ നീ, വിരല് കൂട്ടിക്കെട്ടിയ ചരട് പോലെ എന്ന് സത്യസന്ധമായി പറയാൻ കഴിയുന്ന വീട്ടുകാരിയെക്കുറിച്ച് പറഞ്ഞ വരികളാണ് ഏറെ ഹൃദ്യം. കുറച്ച് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട അരുൺ കോഴിക്കോട് നിന്ന് പങ്കുവച്ചതുപോലെ, നിലാവിനെ അഴിച്ചു നോക്കി കുടഞ്ഞ് ചുരുട്ടിക്കൂട്ടി കക്ഷത്ത് വെച്ച് കൊണ്ടുപോകുന്ന മേഘത്തിൻ്റെ വീട്ടിലേക്ക് ഓടിത്തളർന്ന കാറ്റ്, കൂടെ പോകുന്നു ആദി പിടിച്ച മേഘക്കുഞ്ഞുങ്ങളെന്ന് വീട്ടുകാരിയെക്കുറിച്ച്. അതോടൊപ്പം തന്നെ താന്നിയാടൻ്റെ മറ്റു ചില രചനകളും ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. മനോഹരമായ അവതരണമെന്ന് ലിസ ചേച്ചി അറിയിക്കുന്നുണ്ട്. RJ ഷായ്ക്കും കവി പ്രതീഷ് താന്നിയാട് സാറിനും ആശംസകൾ നേരുന്നു എന്ന് ഹംസാനക്കര അറിയിക്കുന്നുണ്ട്. ആന്റണി ഗില്ലിയാൻ അലക്സ്, പ്രിയപ്പെട്ട ഗില്ലു, ഷായിസം തുടരട്ടെ, നമ്മളിൽ വിരിയുന്ന കവിത തൻ മുകുളങ്ങൾ നമ്മളാം പൂക്കാലത്തിലൂടെ ലോകമറിയട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. തീർച്ചയായും ഗില്ലുവിൻ്റെ രചനകളും പങ്കുവെക്കണം. താന്നിയാടിൻ്റെ മറ്റൊരു വരിയിൽ ഇങ്ങനെ പറയുന്നു, മധുരമെന്ന സങ്കല്പം ആരോടും പറയാതെ കയ്പിൻ്റെ കൈപിടിച്ച് പച്ചപ്പുകളിൽ ഒരു നിമിഷം പൂളിയിറങ്ങി. മധുരമെന്ന സങ്കല്പം ആരോടും പറയാതെ കയ്പിൻ്റെ കൈപിടിച്ച് പച്ചപ്പുകളിൽ പൂളിയിറങ്ങി. ഒച്ചുകൾ പശപശപ്പിനെ വിശപ്പാക്കി മിണ്ടാതെ മണ്ണിലെഴുതി വഴുവഴുപ്പുള്ള പ്രണയം. മനോഹരമായ അവതരണം, മനോഹരമായ കവിതകളും അതിലേറെ വായനയും മനോഹരമെന്ന് ഹംസാജി അറിയിക്കുന്നുണ്ട്. ഇവിടെ മയക്കമെന്ന തലക്കെട്ടോടുകൂടി ഒരു രചന പ്രതീഷ് താന്നിയാടിൻ്റെതായി പങ്കുവെക്കുന്നുണ്ട് ബിന്ദു ടീച്ചർ. ഒറ്റ ഒരാൾ പോലും ഇല്ലാത്ത എന്നിലെ എന്നെ കൊത്തിക്കീറി അടുപ്പിൽ വെക്കുന്നു. അതുമല്ലെങ്കിൽ ഞാൻ എന്നെ മായ്ച്ചു കളയുന്നു. അവിടെ കിളച്ച് വിത്തുകൾ പാകിയിടണം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒട്ടും ഞാനില്ലാത്ത ഒരാൾ തണലിൽ മയങ്ങുമെന്ന് എഴുതുന്ന പ്രതീഷ് താന്നിയാടൻ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഓരോ വിഷയങ്ങളെയും നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. ചില ദിവസങ്ങൾ വ്യക്തിപരമായ ചില വീഴ്ചകൾ, ചില ദിവസങ്ങൾ വ്യക്തിപരമായ ചില വീഴ്ചകൾ വരിവരിയായി വന്ന് ചോദ്യങ്ങളുടെ പള്ളിമേട പണിയും. എത്ര കണ്ണടച്ചാലും ഉറങ്ങാത്ത ചോദ്യങ്ങൾ. തോറ്റുപോകുമോ? ഇത്രയും നല്ലവരെ വെറുപ്പിക്കേണ്ടി വരുമ്പോൾ അത് മരണമാണ് എന്നൊരിക്കൽ പ്രതീഷ് താന്നിയാട് എഴുതി വെച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വരികൾ അത്ര അർത്ഥസമ്പുഷ്ടമാകുന്നത്. കാറ്റിൽ ഒരില മറിഞ്ഞ് പൊടിയിൽ കുതിർന്ന് നനഞ്ഞ് ഞരമ്പുകൾ മാത്രം ബാക്കിയാക്കി, അതും അലിഞ്ഞു മണ്ണിൻ്റെ മണം മാത്രമെന്നാണ്.
ജീവിതത്തെക്കുറിച്ച് ഇത്തരം നിർവചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അഹങ്കരിക്കാൻ കഴിയുക? കുടമെന്ന രചനയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: പൊടി പിടിച്ച ഇലകൾ, കാറ്റുപിടിച്ച മനുഷ്യർ, കാറ്റെടുത്ത മരങ്ങൾ, കാറ്റു തിന്നു ജീവിക്കൂ ജീവിക്കൂ ജീവിച്ചു മരിക്കൂ എന്ന് ഭരണകൂടം എന്നെഴുതിയാണ് താന്നിയാടൻ്റെ ആ രചന അവസാനിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും അറിയിക്കാം, നാളെ ഐഷ മാനന്തവാടിയുടെ രചനകളുമായിട്ടാണ് നമ്മൾ വീണ്ടും ഒത്തുകൂടുക. ഇലക്കൂട്ടം എന്ന രചനയിൽ പ്രതീഷ് താന്നിയാട് ഇങ്ങനെ പറയുന്നു: ഉച്ചയുടെ പിൻകഴുത്തിൽ ഉമ്മ വെച്ച കാറ്റ്, ഉച്ചയുടെ പിൻകഴുത്തിൽ ഉമ്മ വെച്ച കാറ്റ് പാറിയ വെയിലിൽ വിളർത്തു നിൽക്കുന്നു. തുമ്പികളിൽ ഞാന്നു വന്നു ഇരുട്ട്, ഇരുണ്ട ഇലക്കൂട്ടങ്ങളിൽ പൂണ്ടിരിക്കുന്നു മൗനം. എത്ര മനോഹരമായ ഭാവനയിലൂടെയാണ് അദ്ദേഹം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇലക്കൂട്ടമൊക്കെ ടീച്ചർ ഇവിടെ പങ്കുവെച്ച് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. തീർച്ചയായും രചനകൾ പങ്കുവയ്ക്കാനാവുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം താന്നിയാടൻ സമ്മാനിക്കുന്ന എഴുത്തിൻ്റെ ആ ഒരു ലോകം അതേ മാധുര്യത്തോടെ അല്ലെങ്കിലും ഒരു പരിധിവരെയെങ്കിലും വായന നൽകുന്ന സന്തോഷം പങ്കുവയ്ക്കാനാവുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം മരങ്ങളിലെ കൂട്ടായ്മയുടെയും പ്രതിരോധത്തിനെയും വിത്തുകളിലെ സ്നേഹനിർഭരതയും ഒക്കെ കവിതയുടെ ഈണച്ചിറകുകൾ തിരിച്ചു പിടിക്കാനുള്ള രീതിയിലാണ് അദ്ദേഹം ഓരോ തൂവലിലും സ്നേഹവും സങ്കടവും അണിയിച്ചാണ് അദ്ദേഹം നമ്മൾ ഹൃദയത്തിലേക്ക് കവിതകളെ തൊടുത്തുവിടുന്നത്. എന്തായാലും കവിതകളിൽ ഏഴഴകുള്ള കറുത്ത കാൽപ്പനികതയുടെ സമരാഗ്നിയുടെ ചുവന്ന ജ്വാലകൾ തെളിഞ്ഞ് നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടിയൊഴുക്ക് തെളിനീരായി അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ പ്രവഹിക്കുന്നത് നമുക്ക് കാണാം. ചില കവിതകളിൽ നഗ്നതയുടെ മുനയും മറ്റു ചില കവിതകളിലൊക്കെ കരുണയുടെ ആവരണവും ഒക്കെ തെളിഞ്ഞു വരുന്നതായി കാണാം. അത്തരത്തിലൊരു രചനയാണ് അദ്ദേഹത്തിൻ്റെ ജനൽ വിടവ് എന്ന രചന. ജനൽ വിടവിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ പുതച്ചുറങ്ങുന്നു, പൂച്ചക്കുട്ടിക്ക് പുറത്തിറങ്ങാൻ ഒരു ജനലൽപ്പം തുറന്നിട്ടിട്ടുണ്ടവൾ. ഞങ്ങൾ പുതച്ചുറങ്ങുന്നു, പൂച്ചക്കുട്ടിക്ക് പുറത്തിറങ്ങാൻ ജനലൽപ്പം തുറന്നിട്ടിട്ടുണ്ടവൾ. നിലാവെത്തി നോക്കുന്നു, ഉറങ്ങാത്ത മനുഷ്യരെപ്പറ്റി വെളിച്ചത്തിലൂടെ പറഞ്ഞ് പറത്തിവിടുന്നു. ഈ രാത്രി അപ്പാടെ മാഞ്ഞു പോകുന്നു. വിടർന്ന പാടം പതുക്കെ ചുരുണ്ട് ചുരുണ്ട് ഗോതമ്പ് നിറമുള്ള ആകാശത്തിൽ ഉയർന്നു പോകുന്ന ഉറച്ച കൈകളാകുന്നു. രാജ്യത്തിൻ്റെ തുളുമ്പിയ കണ്ണുകൾ അമർത്തി തുടച്ച് അധികാരത്തിൻ്റെ വരണ്ട വയലിൽ നനച്ച് പുതിയ വിത്തെറിയുന്നു. രാത്രിയെ പൂച്ച വാലിൽ കളിപ്പിക്കുന്നു എന്നെഴുതിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രചന അവസാനിക്കുന്നത്. എത്ര രസകരമായ അവതരണം! കൊതിയാകുന്നു ഓരോ കവിതയും കേൾപ്പിച്ച് ആവർത്തിച്ചു പറഞ്ഞ് അങ്ങ് കവിതയിൽ ലയിച്ചു പോകുന്നു. അഭിനന്ദനങ്ങളെന്ന് അറിയിക്കുന്നുണ്ട്. വിരലുകളാം കവിത രചിക്കും നിറമുള്ള പൂക്കളെ, നിങ്ങൾക്കൊരായിരം ആശംസകളെന്ന്. അവസാനക്കരയിലും പ്രണയം തുളുമ്പുന്നതും വരികൾ നിറയുന്നതുമൊക്കെ കാണാനാവുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. എന്തായാലും കവിത പിറന്നത് വയലിലാണ്. കവിതയുടെ അപ്പനപ്പന്മാർ കർഷക തൊഴിലാളികൾ തന്നെയാണ്. മലയാള കവിത ഈ വാസ്തവത്തെ എല്ലാ അർത്ഥത്തിലും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കറുപ്പിൻ്റെ മാസ്മരിക സൗന്ദര്യത്തെ, മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ നിറത്തെയൊക്കെ ഏറ്റവും ഭംഗിയായി, അതായത് കമനീയമായ ചർമ്മത്തിൻ്റെ പരിലക്ഷണത ഇല്ലാത്തവരും നഗ്നതയുടെ ശുദ്ധ സൗന്ദര്യവും ഒക്കെ ആവാഹിക്കുന്നതിനൊപ്പം ശക്തമായ പ്രതിഷേധത്തിൻ്റെ രചനകളും ജീവിതവുമായി ഓരോ മനുഷ്യസ്നേഹികളെയും നോവിക്കുന്ന ശൈലിയിലാണ് അദ്ദേഹം നമ്മളിലേക്ക് രചനകളെ സന്നിവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഉളിക്കവിതകൾക്ക് 28-ാം തീയതി തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് മലയാളത്തിൽ എഴുത്തിൻ്റെ നവലോകം തുറന്നു തന്ന ആദ്യത്തെ ബ്ലോഗ് എഴുത്തുകളിലൂടെ ശ്രദ്ധേയനായ കുഴൂർ വിൽസനാണ് മറ്റൊരു മികച്ച എഴുത്തുകാരനും അവലോകകനുമായിട്ടുള്ള നന്ദനൻ മുളമ്പത്തിന് നൽകിക്കൊണ്ടാണ് പ്രതീഷ് താന്നിയാടൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത്. 28-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ തീർച്ചയായും പങ്കെടുക്കുക. അദ്ദേഹത്തിൻ്റെ പുസ്തകം വാങ്ങണമെന്ന ആഗ്രഹമുള്ളവർ നമ്മളാം പൂക്കാലവുമായി ബന്ധപ്പെടുക. തീർച്ചയായും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭ്യമാണ്. എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവിടെ ഷാൻ ബദറുദ്ദീൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വായിച്ച കവിത എന്ന തലക്കെട്ടോടുകൂടി പ്രതീഷ് താന്നിയാടൻ്റെ മറ്റൊരു രചന ബിന്ദു ടീച്ചർ പങ്കുവയ്ക്കുന്നുണ്ട്. സത്യം എന്താ വായനയും വരികളുമെന്ന് അറിയിക്കുന്നുണ്ട്. ഏറെ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വരി പങ്കുവയ്ക്കുന്നുണ്ട് ബിന്ദു ടീച്ചർ. പൊട്ടിയ മുട്ടമേലുള്ള അടയിരിപ്പെന്നാണ് പ്രണയത്തെ താന്നിയാടൻ നിർവചിച്ചിരിക്കുന്നത്. പൊട്ടിയ മുട്ടമേലുള്ള അടയിരിപ്പ് എന്ന്. എത്ര
രസകരമായ രീതിയിലാണ് ഓരോ രചനകളും. അതോടൊപ്പം നിന്റെ മുറിവിൽ ഞാൻ വേദന എന്നൊരിക്കൽ അദ്ദേഹം എഴുതി വെച്ചു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വളരെ മുമ്പ് തന്നെ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതും വളരെ മുമ്പ് കുരീപ്പുഴ ശ്രീകുമാർ ഉൾപ്പെടെ ശ്രീജിത്ത് അരിയല്ലൂർ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുമായിട്ടുള്ള സൗഹൃദവും രചനകളുമായൊക്കെ ബന്ധപ്പെട്ട് ഈ 2000-ൻ്റെ തുടക്കം മുതൽ തന്നെ എഴുത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിട്ടുള്ള ഒട്ടനവധി എഴുത്തുകാർ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ഐഷ മാനന്തവാടിയെയും പ്രിയപ്പെട്ട സാദിർ തലപ്പുഴ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുമായിട്ടൊക്കെ നല്ല സൗഹൃദം പുലർത്തുന്ന, അവരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും അരുൺ ജി എം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ സത്യമാണ്. പലപ്പോഴും നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് അതിഭാവുകത്വത്തോടെ പറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഒരു അത്ഭുതവും കരുതണ്ട. കാരണം തീർച്ചയായും അവർ അർഹതപ്പെട്ട രീതിയിലുള്ള വിവരണങ്ങൾ തന്നെയാണ് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാത്രി ചൂടി നിൽക്കുന്ന മഞ്ഞ് എന്ന രചന, തീർച്ചയായും ആ രചന തന്നെ വായിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഇന്നലെയുമായി അദ്ദേഹത്തിൻ്റെ രചനകൾ കൂടുതലായി അവലോകനം ചെയ്തപ്പോൾ അല്ലെങ്കിൽ വായിച്ചപ്പോൾ എനിക്കേറെ ഇഷ്ടം തോന്നിയ ഒരു രചന തന്നെയാണത്. അത് വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളാം പൂക്കാലത്തിൻ്റെ വായനാമുറി അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. പ്രിയപ്പെട്ട ആകാശ് തയ്യാറാണ്. ഗാനരചയിതാവും കവിയുമായ രാജീവ് ആലുങ്കലിൻ്റെ മകൻ ആകാശ് രാജ് ഇന്ന് 7 മണിക്കാണ് നമ്മളുടെ ആകാശ ടൈം പാസ് എന്ന പരിപാടിയുമായി എത്തുന്നത്. 8 മണിക്ക് പ്രകാശ് സാമുവൽ എത്തുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, പ്രകാശ് സാമുവൽ പാട്ടുകളും കവിതകളുമായി എത്തുന്നുണ്ട്. വല്ലാതെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രകാശ് ഇത്ര നല്ലൊരു ഗായകനായിരുന്നോ, പ്രകാശ് എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചിന്തിക്കുന്ന അളവിൽ മനോഹരമായി പ്രകാശ്, നമ്മളിപ്പോൾ അനിൽ പനച്ചൂരാൻ്റെ കവിതകളൊക്കെ പനച്ചൂരാൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ അതിന് വേറൊരു പരത്തിയ ചൊല്ലലാണെങ്കിൽ അത് ആ കവിതയെ ഭാവുകത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തനത് ശൈലിയിൽ പ്രകാശ് അവതരിപ്പിക്കുന്ന കേൾക്കാൻ വളരെ മനോഹരമാണ്. വേറൊരു മനോഹരമായ ലോകത്തേക്കാണ് പ്രകാശ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുപോലെ ഒട്ടനവധി കവിതകളും പഴയ ഗാനങ്ങളും, പുതിയ പാട്ടൊന്നും ആരും ചോദിക്കരുത് എന്ന് പ്രത്യേകം പുള്ളി പറഞ്ഞിട്ടുണ്ട്. 8 മണിക്ക് അദ്ദേഹം എത്തും. 9 മണിക്ക് കവിതകളും പാട്ടും വിശേഷങ്ങളുമായി നമ്മുടെ കുഞ്ഞുകുട്ടി, മിടുക്കി കുട്ടിയായിട്ടുള്ള കൃഷ്ണമോളാണ് എത്തുന്നത്. കൃഷ്ണമോളുടെ കുട്ടിപ്പൂക്കാലമാണ് 9 മണി മുതൽ 10 മണി വരെ. 10 മണിക്ക് ആമി എത്തുന്നുണ്ട്. ആമിയാണ് കിഷ്ടയുമായിട്ട് എത്തുന്നത്. തുമ്പിക്ക് SSLC എക്സാമിൻ്റെ തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ എക്സാം കഴിയുന്നത് വരെ ആമി ഒറ്റയ്ക്കായിരിക്കും. ആമിയാണ് അവതരിപ്പിക്കുക ക്വിസ് പ്രോഗ്രാം. ഭംഗിയായി തന്നെ ആമി അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റു വിശേഷം വരും ദിവസങ്ങളിൽ ആമിയുടെ ക്വിസ് പ്രോഗ്രാം ആമി ചെയ്യുന്നത് കൊണ്ട് തന്നെ 7 മണിയുടെ ന്യൂസ് അവറിൻ്റെ സമയത്ത് നമ്മൾ വീഡിയോ ലൈവുകൾ സജ്ജീകരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ആരെങ്കിലുമൊക്കെ വീഡിയോ ലൈവുകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടനവധി കലാകാരന്മാർ നമുക്ക് വേണ്ടി ലൈവ് ചെയ്യാൻ തയ്യാറാണ്. അവർക്കൊക്കെ സാമ്പത്തികമായി ഒരു ചെറിയ തുകയെങ്കിലും നൽകാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളും അതിനാവശ്യമാണ്. കാരണം പുതിയൊരു ലോകത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഒരുപാട് വേദികളില്ലാതെ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റാത്തവർക്ക് ഈ 1 മണിക്കൂർ നമ്മളോടൊപ്പം ചേരുമ്പോൾ കുറഞ്ഞതൊരു 1000 രൂപ വെച്ചെങ്കിലും ഓരോ കലാകാരനും, അത് നാടൻപാട്ട് കലാകാരായാലും മിമിക്രി കലാകാരന്മാരായാലും പാട്ടുകാരായാലും ഒക്കെ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അത് നമ്മളാം പൂക്കാലത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്തുണയായിരിക്കും. അത്തരത്തിലുള്ള തീരുമാനം മുമ്പും അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മളുടെ FM-ഉമായി സഹകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒട്ടനവധി ഗ്രൂപ്പുകൾ, എഴുത്തുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് നമ്മളാം പൂക്കാലം സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീലക്ഷ്മി ഷിബു ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഗായികയാണ്, നാടൻപാട്ട് കലാകാരൻ ഷിബുവിൻ്റെ ഭാര്യയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഈ കോവിഡ് കാലത്തെ തിരക്കുകൾക്കിടയിലും നമ്മൾക്ക് വേണ്ടി അല്പസമയം പരിപാടി അവതരിപ്പിക്കാൻ പാട്ടുകളുമായി എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതീഷ് താന്നിയാടിൻ്റെ രചനകൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ നിമിഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കാനുള്ള അവസരം നൽകിയതിന്. ഇനിയും അദ്ദേഹം രചനകളുമായി നിറഞ്ഞു നിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഉളിക്കവിതകൾ, ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന ആ പുസ്തകത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. രാത്രി ചൂടി നിൽക്കുന്ന മഞ്ഞ് എന്ന അദ്ദേഹത്തിൻ്റെ രചന വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളാം പൂക്കാലത്തിൻ്റെ വായനാമുറി അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അതിലിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: മതിവരാത്ത രാത്രി കുറുമ്പ് കാട്ടി തിരിഞ്ഞു കിടക്കാതെ ആൾമറയില്ലാത്ത പാലത്തിലൂടെ സവാരിക്കിറങ്ങുന്നു. മീനുകൾ നിലാവിനെ വകഞ്ഞുമാറ്റി മിഴിയിൽ കോരിയെടുത്തുമ്മ വെച്ചു. എത്ര വേഗമാണ് രാത്രിയെ മിന്നാമിനുങ്ങുകൾ കാട്ടിലൊളിപ്പിച്ച് തുറന്നുവിടുന്നത്. ഒറ്റപ്പെട്ട രാത്രി ഇരുട്ടിനോട് രാപ്പക്ഷികളുടെ പ്രണയത്തെപ്പറ്റി ചോദിച്ച് മഞ്ഞിൻ്റെ മാറിലമർന്ന്
രാത്രി മറ്റൊരു രാത്രിയുടെ മിഴികളിൽ നോക്കിയിരുന്ന് വിതുമ്പിപ്പോയി. ഓരോ ആളുകളും നിവർത്താൻ പറ്റാത്ത അനേകം രാത്രികൾ അടുക്കി വെച്ച മണ്ണറകളാണ്. അവരുടെ രാത്രിയല്ല നിങ്ങളുടെ രാത്രി. രാത്രിയിൽ മാത്രം വിരിയാറുള്ള പൂവുകൾ പറിച്ച് നിന്റെ മുടിയിൽ പൊതിഞ്ഞ് മിഴിയനക്കമുള്ള രാത്രിയുടെ ഒഴിഞ്ഞ യാമത്തിൽ ഇരുട്ടിലളന്ന്, രാത്രിയിൽ മാത്രം വിരിയാറുള്ള പൂവുകൾ പറിച്ച് നിന്റെ മുടിയിൽ പൊതിഞ്ഞ് മിഴിയനക്കത്തെ രാത്രിയുടെ ഒഴിഞ്ഞ യാമത്തിൽ ഇരുട്ടിലളന്ന്. നാളെ ഐഷ മാനന്തവാടിയുടെ രചനകളുമായി വീണ്ടും നിങ്ങൾ പ്രിയപ്പെട്ടവർ ഓരോരുത്തരുമായി ചേരുന്നതുവരെ സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു. ആർജിഷ. ദിസ് ഇസ് മൈ FM 99.7. നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗ്ലേസ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM, മൈ FM 99.7 നമ്മളാം പൂക്കാലം. മികച്ച അവതരണമെന്ന് അറിയിച്ചുകൊണ്ട് കിച്ചുവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹം അറിയിക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.